ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിന്റെ കോച്ചിനടിയിലെ പ്രശ്നം പരിശോധിക്കുന്നതിനിടെ ട്രെയിൻ മുന്നിലേക്ക് നീങ്ങി. ട്രെയിനടിയിൽ വനിതാ ട്രെയിൻ മാനേജർ പരിശോധിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ട്രെയിൻ മുന്നിലേക്ക് നീങ്ങിയത്. പരിശോധന നടത്തുന്നതിനിടെ ട്രെയിൻ എടുത്തതോടെ വനിതാ ജീവനക്കാരിയുടെ ശരീരത്തിൽ തൊട്ടു തലോടി 2 കോച്ചുകൾ കടന്നുപോയി. പിന്നാലെ സംഭവം കണ്ടുനിന്ന ആളുകൾ ബഹളം വെച്ചതോടെ ട്രെയിൻ നിർത്തുകയായിരുന്നു. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് ട്രാക്കിൽ കമിഴ്ന്നു കിടന്നതിനാൽ കാര്യമായ പരിക്കുകളില്ലാതെ ജീവനക്കാരി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം കുണ്ടമൺകടവ് സ്വദേശിനി TK ദീപയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 9:15 തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട നേത്രാവതി എക്സ്പ്രസിന്റെ കോച്ചിനടിയിൽ നിന്ന് പുക ഉയരുന്നത് മുരുക്കുംപുഴ സ്റ്റേഷനിലെ ജീവനക്കാരാണ് ആദ്യം കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ട്രെയിൻ ചിറയിൻകീഴിൽ നിർത്തിയിട്ടു. എവിടെ നിന്നാണ് പുക ഉയരുന്നതെന്ന് പരിശോധിക്കുന്നതിനായി ദീപ ട്രെയിൻ അടിയിലേക്ക് ഇറങ്ങി. പരിശോധനയ്ക്കിടയിൽ ട്രെയിൻ മുന്നോട്ടെടുക്കുകയായിരുന്നു. ഈ സമയം പരിഭ്രാന്തയാകാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് റെയിൽവേ ട്രാക്കിൽ കമിഴ്ന്നു കിടന്നതിനാലാണ് ദീപയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ഈ സമയം വോക്കി ടോക്കിയിലൂടെ ലോക്കോ പൈലറ്റുമാരെ ബന്ധപ്പെടാൻ ദീപ ശ്രമിച്ചിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ദീപ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് കണ്ട സ്റ്റേഷനിലുണ്ടായിരുന്ന ആളുകൾ ഒച്ച വെച്ചതോടെയാണ് ട്രെയിൻ നിർത്തിയത്. പിന്നാലെ സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പർ എത്തി ഉടൻ തന്നെ ദീപയെ പുറത്തെടുക്കുകയും ചെയ്തു. ട്രെയിൻ പെട്ടെന്ന് മുന്നോട്ടെടുത്തപ്പോൾ ട്രാക്കിൽ തട്ടി ദീപയുടെ കാൽമുട്ടിന് പരിക്കേറ്റിട്ടുണ്ട്. പിന്നാലെ ഡ്യൂട്ടി തുടർന്ന ദീപയെ കൊല്ലം റെയിൽവേ ആശുപത്രിയിലും പിന്നീട് പേട്ടയിലെ റെയിൽവേ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റൊരു ഗാർഡിനെ നിയോഗിച്ചതിന് ശേഷമാണ് നേത്രാവതി എക്സ്പ്രസ് പിന്നീട് സർവീസ് തുടർന്നത്.